ഗാന്ധി സിനിമ നിർമ്മിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ലോകത്തിന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണിത്. ആറ്റൻബറോയുടെ സിനിമ വരുന്നതിനും ഏറെ മുൻപ് ഗാന്ധിയെ അറിഞ്ഞ, ലോകം അറിയുന്ന ചില പ്രഗത്ഭമതികൾ ഗാന്ധിജിയെ പറ്റി ഇന്നലകളിൽ പറഞ്ഞ ചില വാചകങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് കൗതുകമായിരിക്കും. കോട്ടബിൾ ഗോഡ്സും ചില നേരം രാഷ്ട്രീയ പ്രസ്താവനകളാകുമല്ലോ. ഇത്തരത്തിൽ രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂതലത്തിലൂടെ നടന്നു പോയിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചേക്കില്ല. മാനവികതയുടെ കാഴ്ചപ്പാടിൽ മാത്രം ഗാന്ധി ജീവിച്ചു, ചിന്തിച്ചു, പ്രവർത്തിച്ചു. അദ്ദേഹത്തെ അവഗണിക്കുക എന്നത് നമുക്ക് അസാധ്യം. മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ദരിദ്രരുടെ വാതിൽ പടിക്കൽ വന്നു നിന്നു. ഇന്ത്യൻ ജനതയെ ഇவ்விധം സ്വന്തം മാംസവും രക്തവുമായി സ്വീകരിച്ച മറ്റേത് നേതാവുണ്ട്? സത്യം, ഉയർത്തെഴുന്നേറ്റ സത്യം. ആ വെളിച്ചം അണഞ്ഞുപോയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് തെറ്റി. ഈ നാട്ടിൽ കത്തി നിന്നത് സാധാരണ വെളിച്ചമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അത് ഈ രാജ്യത്തിന് കാഴ്ചയാകും. എണ്ണമറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകും. ദക്ഷിണാഫ്രിക്കയുടെ വിമോചനത്തിൽ ഗാന്ധിയുടെ പങ്ക് വലുതായിരുന്നു. ഞങ്ങൾ വർണ്ണവിവേചനത്തിന്റെ കാലം മുറിച്ചു കടന്നത് ഗാന്ധി മാർഗത്തിലാണ്. മഹാത്മാഗാന്ധി ബുദ്ധനും യേശുക്രിസ്തുവിനുമൊപ്പമാകും ചരിത്രത്തിൽ ഇടം പിടിക്കുക. ഗാന്ധിയുടെ ആശയങ്ങൾ ഇന്നലെയും ഇന്നും എല്ലാ കാലത്തും പ്രസക്തമാണ്. എനിക്ക് മഹാത്മാഗാന്ധിയോട് ഏറ്റവും വലിയ ആരാധനയുണ്ട്. മനുഷ്യപ്രകൃതത്തെ അദ്ദേഹം ആഴത്തിൽ അറിഞ്ഞു. അഹിംസയും മതസൗഹാർദ്ദവുമാണ് അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ നിധികൾ. ആ ജീവിതം എന്നെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിയായിരുന്നു ശരി, താനാണ് ശരിയെന്ന് ഗാന്ധിക്കും അറിയാമായിരുന്നു. ഞങ്ങൾക്കെല്ലാം അതറിയാമായിരുന്നു. എന്തിന്, ഗാന്ധിയെ വധിച്ചയാൾക്ക് പോലും അറിയാമായിരുന്നു ഗാന്ധിയാണ് ശരിയെന്ന്. എങ്കിലും അവരുടെ കൂട്ടർ അക്രമം തുടരുന്നു. പക്ഷെ അപ്പോഴും അവർ തെളിയിക്കുന്നത് ഗാന്ധിയായിരുന്നു ശരിയെന്നാണ്. അദ്ദേഹം പഠിപ്പിച്ചു, അവസാനം വരെ ചെറുത്തു നിൽക്കുക, എന്നാൽ അക്രമം കൂടാതെ. ഓ ഇന്ത്യ, നിങ്ങളുടെ ഗാന്ധിക്ക് ചേരും വിധം നിങ്ങൾ എന്നും യോഗ്യരായിരിക്കും. മറവികൾക്കെതിരെയുള്ള ഓർമ്മകളുടെ സമരമാണ് ചരിത്രമെന്ന് മിലൻ കുന്ദേര. തനിയെ നടന്നു നീ പോവുക, തളർന്നാലുമരുതേ പരാശ്രയവും ഇളവും, അനുഗാമിയിൽ